നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഏപ്രിൽ 8 വെടിനിർത്തൽ കരാർ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നതിന് ശേഷം ഇന്നലെ തിങ്കളാഴ്ച ആദ്യമായിട്ട് ഇറാന്റെ ഭാഗത്ത് നിന്നും വീണ്ടും UAEക്ക് നേരെ പുതിയ ആക്രമണം നടത്തി. അതായത് UAEയിലെ ഫുജറയിലുള്ള ഓയിൽ സോണിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്നും 15 മിസൈലുകളും 4 ഡ്രോണുകളും വെച്ച് അറ്റാക്ക് നടത്തി. എന്നാൽ UAEയുടെ ഭാഗത്ത് നിന്നും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഈ മിസൈലുകളെയും ഡ്രോൺസിനെയും നശിപ്പിച്ചതായിട്ടുള്ള സ്ഥിരീകരണം വരികയും ചെയ്തു. ഇതിനെ തുടർന്ന് IRGC വക്താവ് പുതിയ പ്രസ്താവനയും ഇറാനികൾക്ക് പുറപ്പെടുവിക്കുകയുണ്ടായി. വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ രാജ്യത്തിലേക്ക് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുകയും ചെയ്തത്. എന്നാൽ ഇന്നലെ UAEക്ക് നേരെ നടന്ന അറ്റാക്കിന്റെ പ്രതിഫലനം ഓയിലിന്റെ വിലയിൽ നിലവിൽ അനുഭവപ്പെടുന്നതുമില്ല. ഇന്ന് പിന്നീട് അനുഭവപ്പെടുമെന്നുള്ള കാര്യങ്ങൾ നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ ഹോർമുസ് കടലിടുക്കില് തങ്ങൾ ഒരു പാത തുറന്നതായിട്ടും കൂടാതെ ഇറാന്റെ ചെറു ബോട്ടുകൾ വെടിവെച്ച് മുക്കിയതായിട്ടും US അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടുമില്ല. എന്നാൽ അതേസമയം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്നും പുതിയ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതായത് USന്റെ യുദ്ധക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കുവാൻ നോക്കിയപ്പോൾ ഇറാൻ തങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ കപ്പലിനെ എതിർത്തു എന്നുള്ള അവകാശവാദം ഇറാൻ ഉന്നയിക്കുകയും ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള USന്റെ അവകാശവാദങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ നോക്കിക്കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ L&T, M&M, PNB, മാരിക്കോ, ഹീറോ മോട്ടോകോർപ്പ്, ലോയിഡ്സ് മെറ്റൽസ്, SRF, കോഫോച്ച് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ ക്വാർട്ടർ 4 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 24,300 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,600, 24,800 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. ഇനി അതേസമയം 24,300 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയില്ലെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ഒരുപക്ഷെ കൺസോളിഡേഷനുള്ള സാധ്യതകളോ ഇനി അതല്ല നേരിയൊരു ഇടിവിലേക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 23,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 10 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാനുണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 7:30 US നിന്നും ഏപ്രിൽ മാസത്തെ ISM സർവീസ് PMI ഡാറ്റയുടെയും മാർച്ച് മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെയും റിസൾട്ടുകൾ വരാനുമിരിക്കുന്നു. വ്യാഴാഴ്ചയുണ്ടായ ഇടിവിന് ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. കൂടാതെ 2.5 ആഴ്ചകൾക്ക് ശേഷം ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷൻ ആയിരുന്ന ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2,835.62 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുകയുണ്ടായി. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4,764.16 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസ് ADRന് 2.25% HDFC ബാങ്ക് ADRന് 1.25%, ICIC ബാങ്കിന് 1% ഇൻഫോസിസ്, വിപ്രോ ADRകൾക്ക് 2% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിച്ച S&P 500നും നാസ്ഡാക്കിനും ഇന്നലെ ബെറ്റർ ആയിട്ടുള്ള ക്വാർട്ടർലി ഏർണിംഗ്സ് പല സ്റ്റോക്കുകൾ പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിലും വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ടെൻഷൻസ് പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. S&P 500ന് 0.5%, നാസ്ഡാക്കിന് 0.25% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടും ഫ്രാൻസ് മാർക്കറ്റ് 1.25%, ജർമ്മൻ മാർക്കറ്റ് 1.25% നഷ്ടത്തോടുകൂടി തന്നെ ഇന്നലെ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.5%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.25%-ലേറെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 113.9
$1.93 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $104.96 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് $4,529.91 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. ഇന്നലെ ഉണ്ടായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂടാതെ RSI 52.18 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 23,500 എന്ന സ്ട്രൈക്കിലേക്കാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വരികയും ചെയ്തു. കൂടാതെ RSIയും 45.64 എന്ന ലെവലിലായിട്ടാണ് നിലകൊണ്ടതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. പുട്ട് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. CSB ബാങ്കിന്റെ പ്രോഫിറ്റില് 6% ഉയർച്ചയും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനില് 3.75% നിന്നും 3.83% നേരിയ വർധനവും രേഖപ്പെടുത്തി. കൂടാതെ നെറ്റ് അഡ്വാൻസസില് 26% ഉയർച്ചയും രേഖപ്പെടുത്തി. അതേസമയം ഡിപ്പോസിറ്റ്സിലും 20% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. മണപ്പുറം ഫൈനാൻസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 203.17 കോടി രൂപ നെറ്റ് ലോസിൽ നിന്നും ഇത്തവണ 404.79 കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 10% വർധനവും രേഖപ്പെടുത്തി. കൂടാതെ 50 പൈസ per ഷെയർ എന്ന നിലയിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചു. ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 155.67 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 13.37 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. പെട്രോനെറ്റ് LNG സപ്ലൈ തടസ്സങ്ങൾക്കിടയിലും 7 LNG സംഭരണ ടാങ്കുകൾ നിർമ്മിക്കുവാനായിട്ട് കമ്പനി പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ക്യൂസ് കോർപ്പ് ക്വാർട്ടർ ഫോർ റിസൾട്ടില് കമ്പനിയുടെ റവന്യൂവില് 6% ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ 3 രൂപ per ഷെയർ നിലയിൽ ഫൈനൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ഗ്രീവ്സ് കോട്ടൺ മെയ് 4 മുതൽ, അതായത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ വിനയ് പവാറിനെ ഗ്രൂപ്പിന്റെ ചീഫ് ടെക്നോളജി ഓഫീസറായിട്ട് നിയമിച്ചു. ACME സോളാർ ഹോൾഡിംഗ്സ് രാജസ്ഥാനിലെ ജോധ്പൂരിൽ കമ്പനിയെ അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ACME സൺ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് 33.33 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതി കമ്മീഷൻ ചെയ്തു. ടാറ്റ കെമിക്കൽസ് ക്വാർട്ടർ ഫോർ റിസൾട്ടില് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 156 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 2,132 കോടി രൂപയായിട്ട് ലോസ് വർദ്ധിപ്പിച്ചു. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 2% ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും 11 രൂപ per ഷെയർ എന്ന നിലയിലുള്ള ഡിവിഡൻഡിനായിട്ടുള്ള അംഗീകാരവും കമ്പനിയുടെ ബോർഡ് നൽകുകയും ചെയ്തു. സോളക്സ് എനർജി 4,000 കോടി രൂപയുടെ സോളാർ സെൽ ബീസ് നിർമ്മാണ പദ്ധതിക്ക് ഗുജറാത്ത് സർക്കാരുമായിട്ട് ധാരണാപത്രത്തിൽ കമ്പനി ഒപ്പുവെച്ചു. ആർതി ഇൻഡസ്ട്രീസ് കമ്പനിയുടെ പ്രോഫിറ്റിൽ 43% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 13.2% വർധനവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.